ഹായ്. ഞാൻ റാബിയ അബി ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് സ്ഥലം. ഞാൻ 2021 മുതൽ എൻ്റെ ഒരു ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ കടന്നു പോവാറുണ്ട്. ചിലപ്പം നമുക്ക് മറികടക്കാനാവില്ല എന്നൊക്കെ തോന്നുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനെയൊക്കെ മറികടന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ് പറയാൻ പോകുന്നത്. എൻ്റെ തന്നെ കഥയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ ഫ്ലാറ്റിൽ മുകളിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫ്ലാറ്റിൽ തന്നെയുള്ളൊരു കുറച്ച് പ്രായമുള്ളൊരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി ഡ്രസ്സ് വിരിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഞാനും ആൻറ്റിയും കുറച്ച് നേരം ഇങ്ങനെ അവിടെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് എൻ്റെ കുറേ സ്റ്റോറീസൊക്കെ അറിയാം. അപ്പം അങ്ങനെ സംസാരിച്ച് നിന്ന സമയത്ത് ആൻറ്റി പറഞ്ഞു, ഞാൻ മോളെ വിളിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ മോളെ ചിലപ്പം കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് കിടക്കുന്ന സമയമാണോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, ഫോൺ റീചാർജ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടെ സംസാരിച്ചിരുന്നു. എന്നിട്ട് ആൻറ്റി ചോദിച്ചു, ഞാൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു ഓ ചോദിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ മോൾക്ക് 18-ാമത്തെ വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടല്ലോ, അപ്പോൾ മോള് എങ്ങനെയാണ് പിന്നെ ആ സമയത്ത് ഓരോന്ന് പഠിച്ചെടുത്ത് എങ്ങനെയാ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞ്, ഞാൻ എൻ്റെ കാല് കാണിച്ചെടുത്തു, എൻ്റെ വലത് കാലിൻ്റെ ഒരു സൈഡ്, ഒരു വിരലിൻ്റെ സൈഡ് ഞാൻ കാണിച്ചെടുത്തു. ഞാൻ പറഞ്ഞു, ആൻറ്റിക്ക് ഇവിടെ എന്തെങ്കിലും പാട് കാണുന്നുണ്ട് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ആന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ഈ പാടെന്ന് പറയുമ്പോൾ ഞാൻ കാഴ്ചയില്ലാത്ത ലോകത്ത് നടന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു അവാർഡാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. 2009 ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നിട്ട്, പിന്നെ അതൊരു കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആയി. എനിക്ക് എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ആ സമയത്തെന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുമ്പോൾ അതുവരെ കണ്ട ലോകം പെട്ടെന്ന് കാണാതായ സമയത്തുള്ള എല്ലാ പ്രയാസങ്ങളും എനിക്കുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ജീവിതാനുഭവങ്ങൾ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ആരുമായിട്ടും കമ്പനിയില്ല, സംസാരിക്കില്ല, രോഗങ്ങൾ പേടിയാണ്, മെഡിസിൻ പേടിയാണ്, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടാണ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നാട്ടിൽ പോയതായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ സ്വന്തം വീടാണെങ്കിലും നമുക്ക് നമ്മൾ ഓടിക്കളിച്ച് വളർന്ന സ്ഥലമൊക്കെയാണ്, പക്ഷേ പെട്ടെന്ന് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം എൻ്റെ പിന്നീടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ എൻ്റെ വീട് പഠിക്കുക എന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചുമരുമേലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, എൻ്റെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മ അങ്ങനെ ഉച്ചമയക്കത്തിന് വേണ്ടി അവിടെ ജസ്റ്റ് കിടന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ, എനിക്ക് മരുന്നൊക്കെ ഉണ്ട്, ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണ് ഭയങ്കര വേദനയൊക്കെയാണ്, കാഴ്ചയില്ലെങ്കിലും ഭയങ്കര വേദനയാണ്. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ ഇതാക്കിയിട്ട് ഉമ്മ ജസ്റ്റ് ഒന്ന് കിടന്നതാണ്. ഉമ്മ അങ്ങനെ കിടന്ന സമയത്ത് ഞാൻ വെറുതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ടിങ്ങനെ ഞങ്ങളുടെ കിച്ചണിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പാസേജ് ഉണ്ട്. അപ്പോൾ അത് കൂടി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിച്ച് നടന്നിട്ട് കിച്ചണെത്തി. എന്നിട്ട് താഴോട്ടിറങ്ങി. അപ്പോൾ വർക്ക് ഏരിയ ആണ്, വർക്ക് ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങണം. ജസ്റ്റ് വെറുതെ ഒന്ന് പരീക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നടന്ന സമയത്ത് ഇങ്ങനെ വർക്ക് ഏരിയയിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയ സമയത്ത് കാലിലെന്തോ കുത്തിയ പോലെ ഫീൽ ചെയ്തു. പക്ഷേ എനിക്കിത് എന്താണ് എൻ്റെ കാലിൽ കുത്തിയതെന്ന് തിരിച്ചറിയണമെങ്കിൽ എനിക്ക് കാഴ്ചയില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മെല്ലെ വീണ്ടും ഉള്ളിലേക്ക് തിരിച്ച് കയറി മെല്ലെ വന്ന് ഹാളിൽ വന്നിരുന്നു. അപ്പോൾ ഉമ്മ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉമ്മനെ വിളിക്കാനൊരു സങ്കടം, അതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെ ഇരുന്നതായി. കാലിങ്ങനെ വേദനയും കടച്ചിൽ പോലെയും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് പറ്റിയെന്ന് എനിക്കറിയുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മ എണീറ്റ സമയത്ത് ഉമ്മ അപ്പം തന്നെ പെട്ടെന്ന് എണീക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഉമ്മ എണീറ്റ സമയത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ ഈ ടൈൽസിൻ്റെ മുകളിലൊക്കെ ബ്ലഡ് കണ്ടു. ഇത് എവിടെ നിന്നാണ് നോക്കുമ്പോൾ കണ്ടത് എൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നതാണ് കണ്ടത്. അപ്പോൾ വലത് കാലിൻ്റെ വിരലിലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉമ്മ ചോദിച്ചു എന്താ പറ്റിയേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റ് നടന്നതായിരുന്നു, അപ്പോൾ കിച്ചൻ്റെ അവിടെ നിന്ന് എന്തോ പറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ വേഗം അങ്ങോട്ട് പോയ സമയത്ത് ഉച്ച സമയത്ത് എന്തോ ഒരു ചായൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വൈകുന്നേരം അവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇതൊക്കെ ഇടുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു കവറിലാക്കി വെച്ചതായിരുന്നു അമ്മ. ഉച്ച ആയതല്ലേ, വൈകുന്നേരം കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതെന്ത് ചെയ്തു, അമ്മ അവിടെ സൈഡിൽ വെച്ച്, ആ സമയത്തൊന്നും ആരും അവിടെ ഇറങ്ങൂലല്ലോ. അപ്പോൾ അങ്ങനെ അതൊരു കാക്ക എടുത്തിട്ട് കവറെടുത്തിട്ട് ഇവിടെ ഇട്ടു, കൊത്തി ഇതാക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് പുറത്ത് വന്നതാണ് സംഭവം. പിന്നെ എൻ്റെ ഉപ്പ കാല് ക്ലീനൊക്കെ ചെയ്ത് കാല് കെട്ടിയൊക്കെ തന്നു. പക്ഷേ
ഞാനീ പിന്നെ എനിക്കിങ്ങനെ കുറേ ദിവസം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ശരിയായി. അങ്ങനെ 2009 എൻ്റെ ലൈഫിലാണ് ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. പിന്നെ എനിക്ക് നിരന്തരം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം 2011 പതുക്കെ എനിക്ക് ഈ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നത്. ഈ 2011 ആകുമ്പോഴേക്കും എൻ്റെ കാലിൽ കുറേ അടയാളങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും വീണതായിട്ടൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ചിട്ട്. അപ്പോൾ ആ ഒരു കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഈ കാലിൽ കുപ്പി കുത്തിയതിൻ്റെ അടയാളം ഒരു ചെറിയ രീതിയിലാണെങ്കിൽ ഇപ്പോഴും എൻ്റെ കാലിലുണ്ട്. ഇപ്പോൾ വർഷം ഇത്രയാണെങ്കിലും അതവിടെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, ഇടയ്ക്ക് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ കാലിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, എന്തൊക്കെ തരണം ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ആ ഇത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നും. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ തളർന്ന് കിടന്നിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോടിത് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കുറേ വീണിട്ടാണെങ്കിലും ഞാൻ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തളർന്ന് കിടന്നിട്ടില്ല. ഇത് എനിക്കൊരു അടയാളപ്പെടുത്തലാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളില്ലേ, അതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഓരോ പാടുകളും എന്നോട് പറയുന്നത് നീ ഇത്രയൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വന്നൊരു കുട്ടിയാണ് എന്നാണ് എന്നോട് പറയാറുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോടാണ്. ഞാൻ എന്നിട്ട് ആൻറ്റീനോട് ഇങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ കുറച്ച് സങ്കടം പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വന്നതൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ നല്ലതാണ്, നല്ല അനുഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിലോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാലാകാലം ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എനിക്കൊന്ന് ചോദിച്ചാൽ ഇല്ല, നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ മറികടന്നു കഴിഞ്ഞാൽ നിങ്ങളും ഇത് പിന്നീട് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിക്കാൻ കുറേയേറെ നിങ്ങൾ കടന്നു വന്ന വഴികളിൽ കുറേ അടയാളങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന ആ അടയാളങ്ങളെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മോശമാണെന്നോ ഒന്നും കരുതണ്ട. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന മനോഹരമായ കഥകളാണ്. ഇങ്ങനെ കുറേയേറെ കഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലെ പുതിയ പുതിയ കഥകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. 18ാമത്തെ വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. പിന്നീട് 25ാമത്തെ വയസ്സിൽ ഒരു ഗുരുതരമായ അസുഖം വന്നിട്ട് ഞാൻ തളർന്ന് കിടപ്പിലാവുന്നു. പിന്നെ 28ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ കൈ പാരലൈസ് ആവുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലിരിക്കുക. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ത് പ്രയാസത്തിലാണോ ഇത് എത്രയും പെട്ടെന്ന് മറികടക്കട്ടെ. അപ്പോൾ അതിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മോശം കാലമായിട്ടൊന്നും കൂട്ടണ്ട. തീർച്ചയായിട്ടും നിങ്ങളിനി സക്സസ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ആ നാളുകളാണ് എന്നെ ഇങ്ങനെ ഒരു കരുത്തുള്ള വ്യക്തിയാക്കി മാറ്റിയതെന്ന്. പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. ഒത്തിരി സ്നേഹത്തോടെ റബിയ അബി, ലക്ഷദ്വീപ്.